ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വാട്ട ഈറ്റിൻ്റെ ഡേയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ നല്ല ഐശ്വര്യമായിട്ട് നൂഡിൽസാണ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത്. നൂഡിൽസിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു, പിന്നെ മുട്ടയും, പിന്നെ കുറച്ച് ഒരു അലങ്കാരത്തിന് വേണ്ടി ഒരു കുക്കുംബറും ഒരു ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 11 മണി 11:30 ആയപ്പോൾ തന്നെ ഈ ഒരു ഡയറി മിൽക്ക് ഞാൻ ഫുള്ള് കഴിച്ചിട്ടില്ല, അതിൻ്റെ ഒരു പീസേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കേശുക്കുട്ടൻ്റെ ആയതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോയി സദ്യയാണ് കേട്ടോ കഴിച്ചത്. ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ സദ്യ കഴിക്കുന്നത്. വിഷുവിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ. അവിയലുണ്ടായിരുന്നു, പച്ചടി ഉണ്ടായിരുന്നു, ചമ്മന്തി, തോരൻ, അവിയൽ, പിന്നെ ഇത് കിച്ചടിയാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ അല്ല, മാങ്ങാച്ചാറായിരുന്നു കേട്ടോ. മാങ്ങയല്ല, നാരങ്ങ. പിന്നെ കൂട്ടുകറിയും എല്ലാം ഉണ്ട്, ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. കേശുക്കുട്ടനും അവന് കിട്ടിയ ചോറ് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പായസക്കൊതിയനാണ് കേട്ടോ, അവന് നല്ലതുപോലെ പായസം കഴിച്ചു. ഞാൻ ആദ്യം പരിപ്പും പിന്നെ ഇച്ചിരി ചോറും ഒക്കെ ഇട്ട് കഴിച്ചു. പപ്പടം ഇല്ലായിരുന്നു, കാരണം ഞങ്ങൾ 5ാമത്തെ പന്തിക്കായിരുന്നു കയറിയത്. പിന്നെ സാമ്പാർ കഴിച്ചു, പ്രഥമൻ ഉണ്ടായിരുന്നു. പിന്നെ കൊല്ലത്തിന് ആദ്യമായിട്ടാണ് ഈ ബോളിയും സേമിയൊക്കെ ഞാൻ കാണുന്നത്. സേമിയ കണ്ടിട്ടുണ്ട്, ബോളി ആദ്യമായിട്ടാണ് കൊല്ലത്തെ സദ്യക്ക് കാണുന്നത്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ വൈകിട്ട് ഈ ചക്കവറ്റലും പിന്നെ ബ്ലാക്ക് കറണ്ടിൻ്റെ ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് രാത്രിയൊക്കെ ആയപ്പോൾ തന്നെ ഈ ഒരു ഡ്രാഗൺ അൽഫാം ചിക്കനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സദ്യയൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇതെല്ലാം കഴിച്ചെന്നില്ല കേട്ടോ. ആദ്യത്തെ ആ ഒരു പീസ് മാത്രമേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പെരിപ്പെരിയായിരുന്നു ഓർഡർ ചെയ്തത്, പക്ഷേ ആ സമയമായപ്പോൾ ചിക്കൻ തീർന്നു പോയതുകൊണ്ട് ഞാൻ ഈ ഒരു പീസിൽ മാത്രം ഒതുക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.